പ്രിയമുള്ളവരെ, രേണുസുതി എന്ന് പറയുന്ന ഒരു കലാകാരി സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് വേദനകൾ ഏറ്റുവാങ്ങിയ ഒരു കലാകാരിയാണ് രേണുസുതി. സൈബർ ആക്രമണം ഒത്തിരി നേരിടേണ്ടി വന്നു. പക്ഷേ ഏത് പ്രതിസന്ധിയും മുന്നോട്ട് നയിച്ച ഒരു വ്യക്തിയാണ് രേണുസുതി. മറ്റാരെങ്കിലുമാണ് അവരുടെ സ്ഥാനത്തെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അവർ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് നയിച്ച ഒരു നല്ല വ്യക്തിയാണ് രേണുസുതി. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ, കൊടുങ്കാറ്റുകൾ ഉണ്ടായപ്പോൾ അവരതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയി. ദൈവത്തെ മുറുകെ പിടിച്ചവർ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ആ സ്ത്രീക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു ശക്തി കൊടുത്തത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പല വ്യക്തികളും ചെറിയ നിസ്സാര കാര്യങ്ങൾ പറയുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. സോഷ്യൽ മീഡിയയിൽ അപവാദങ്ങൾ പറഞ്ഞതിന്, നെഗറ്റീവ് കമൻറ്റുകൾ പറഞ്ഞതിനെതിരെ ആത്മഹത്യ ചെയ്ത എത്രയോ വ്യക്തികളുണ്ട്. പക്ഷേ രേണുസുതി അതൊന്നും ചെയ്തില്ല. അതിനെയെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അല്ലേ പ്രിയമുള്ളവരെ? അതെന്താണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ആ കുട്ടിക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ദൈവാനുഗ്രഹമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും പിടിച്ചു നിൽക്കുവാനും സാധിക്കുകയുള്ളൂ. അല്ലാത്തവരൊക്കെയാണ് എന്തൊരു സാഹചര്യം, എന്തെങ്കിലും ഒരു ചെറിയ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ഈ ലോകത്തു നിന്നും യാത്ര പറഞ്ഞു പോകുന്നത്. ഇത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ആ കുട്ടിയിലുണ്ട്. അവളെല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ട് പോയി. ഇന്ന് ഒരിക്കലും നമ്മൾ വിചാരിച്ചില്ല. ഒരുപാട് കഴിവുകളില്ലാത്തൊരു സ്ത്രീയാണ് രേണുസുതി. എങ്കിലും അവരുടെ കഴിവിനനുസരിച്ച് പലതരത്തിലും പല ആൾക്കാരുടെയും കൂടെ ഡാൻസ് കളിക്കുകയും മറ്റു കാര്യങ്ങൾ കോമഡി അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെ കുറ്റം പറയുകയും അവരെ പല വിധത്തിലുള്ള മോശമായ രീതിയിൽ പറയുകയും ചെയ്യുമ്പോഴും അവിടെയെല്ലാം മുറുകെ പിടിച്ച് മുന്നോട്ട് പോയി ഇന്ന് വിജയം കണ്ടെത്തുന്ന ഒരു നല്ലൊരു വനിതയാണ് രേണുസുതി എന്ന് നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയും. ദൈവം അവർക്ക് ഈ ബിഗ് ബോസിൽ രേണുസുതിക്ക് കപ്പ് കിട്ടി തിരിച്ചു വരുവാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെ വളരെ വേദനിപ്പിച്ചവരുടെ മുമ്പിൽ അവർക്ക് നല്ലൊരു വിജയം കണ്ടെത്തി തിരിച്ചു വരുമ്പോൾ ഇവരെ വേദനിപ്പിച്ചവരൊക്കെ തന്നെ തിരിച്ച് ഇവരുടെ അടുത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടാകണം. പല വിധത്തിലും സൈബർ ആക്രമണം നേരിടുന്നൊരു വ്യക്തിയല്ലേ ഇന്ന്. വലിയ വലിയ സിനിമാ നടന്മാർ, മോഹൻലാൽ, മമ്മൂട്ടി, ചിത്ര, മഞ്ജു വാര്യർ, ഇങ്ങനെ ഒരുപാട്, നവ്യ നായർ, ഇങ്ങനെ ഒരുപാട് പേര് സിനിമയിലൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ പലതരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. അവരെ ആരും എന്തുകൊണ്ട് കുറ്റം പറയുന്നില്ല? ഇവരൊരു ഷോർട്ട് ഫിലിം അവതരിപ്പിച്ചാലും അവരൊരു മറ്റെന്തെങ്കിലും തരത്തിലുള്ള വീഡിയോ, ഒരു ഡാൻസ് വീഡിയോ മറ്റുള്ളവരുമായി ചെയ്താൽ അതിനെ കുറ്റം പറയുകയും കല്ലെറിയുകയും ചെയ്യുന്നവരാണ്. നിങ്ങളിൽ എത്ര പേരുണ്ട് കുറ്റം ചെയ്യാത്തവരുണ്ടെങ്കിൽ കൈവക്കും. എന്നിട്ട് കല്ലെറിയാൻ പോകും. അല്ലാതെ ആരെയും കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. രേണുസുതി നല്ലൊരു വ്യക്തിയാണ്. അവർക്ക് സ്വന്തമായൊരു വീടില്ലാത്തൊരു വ്യക്തി തന്നെയാണ്. കാരണം അവരുടെ ഭർത്താവ് മരിച്ചപ്പോൾ ഇന്ന് ബിഷപ്പ് അവർക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മക്കളുടെ പേരിലാണ്. രേണുസുതിക്ക് ഒരു തുണ്ട് ഭൂമിയില്ല, ഒരു വീടില്ല. അതവരുടെ മക്കളുടെ പേരിലാണ് എഴുതിയിരിക്കുന്നത്. രേണുസുതി ഇപ്പോഴും ഒന്നുമില്ലാത്തൊരു വ്യക്തി തന്നെയാണ്.
എന്നിട്ട് എന്തൊക്കെയാണ് രേണുസുതിയെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത്? അവൾക്ക് അഹങ്കാരമാണ്, അവൾക്ക് വീട് കിട്ടി, സ്ഥലം കിട്ടി. അവർക്കാണോ വീട് കിട്ടിയ സ്ഥലം കിട്ടി? അവരുടെ മക്കളുടെ പേരിലാണ് കിടക്കുന്നത്. നാളെ ഈ മക്കൾ പുറംകാലം കൊണ്ട് തള്ളിയാലും അവർക്ക് നളവൊന്നുമില്ല. അവരുടെ പേരിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ രേണുസുതിക്ക് ഫുൾ സപ്പോർട്ടാണ്. ഞാനിപ്പോഴും രേണുസുതിയുടെ വീഡിയോ കാണുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് രേണുസുതി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. രേണുസുതിക്ക് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും കഴിവുകളും കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിഗ് ബോസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ രേണുസുതി കപ്പും വാങ്ങിക്കൊണ്ട് വേണം വരുവാൻ. അത് ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരു കാര്യം കപ്പടിച്ച് തിരിച്ചു വരുവാനുള്ള ഒരു അനുഗ്രഹം ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.